Hi friends, എല്ലാവർക്കും Reflectionz കാർ കെയറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു TATA TIAGO കാറിന്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് ഒരു LED ബൾബാണ്. 6000 കളർ ടെമ്പറേച്ചർ ഉള്ള ഒരു LED ബൾബാണ് ഓൾറെഡി അതിന്റെ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പെർഫോമൻസിൽ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് അല്ലാതെ എന്നുള്ളത് നമ്മൾ വീഡിയോയുടെ വരും സെഗ്മെന്റുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക. അതിൻ്റെ അകത്തൊരു Porsche Panamera ടൈപ്പ് പ്രൊജക്ടർ ആണ് ഇൻസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു Demon Eyes. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇന്ന് ആ കാറിൽ ചെയ്യാനുള്ള ഒരു വർക്ക്. അതുപോലെ തന്നെ അതിൻ്റെ ഫോഗ് ലാമ്പും അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു LED ഫോഗ് ലാംപ്സ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. LED എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി വൈറ്റ് ലൈറ്റ് ഇവിടെ പ്രിഫർ ചെയ്യുന്നില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഒരു 6000 കളർ റേഞ്ചിലുള്ള LED ആണ് നമുക്ക് നോർമലി ഇവിടെ മാർക്കറ്റിൽ ലഭിക്കുന്നത്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 4300 കളർ ടെമ്പറേച്ചറുള്ള LED ബൾബ്സ് ആണ്. അതായത് ഒരു ലിറ്റിൽ ബിറ്റ് വാം കളർ ടെമ്പറേച്ചറുള്ള ബൾബാണ് നമ്മളിവിടെ LED കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൽ വരുന്ന നിലവിലുള്ള പെർഫോമൻസ് എന്താണെന്നും അത് എങ്ങനെ അപ്ഗ്രേഡ് ആയി എന്നുള്ളതും നമുക്ക് നേരിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടിയാഗോ. ഇന്ന് ഇതിലാണ് നമ്മുടെ കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്യാനുള്ളത്. അതായത് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, Demon Eyes ചെയ്യാനുണ്ട്, ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യാനുള്ളത് ഈ വണ്ടിയിലാണ്. അപ്പോൾ ആദ്യമേ നമുക്കിതിൻ്റെ നിലവിലുള്ള LED ബൾബിൻ്റെ പെർഫോമൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു LED ബൾബാണ് കസ്റ്റമർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ അതിലൊരു DRLൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പുറത്ത് ഒട്ടിക്കുന്ന ടൈപ്പ് ഒരു DRLൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് മെഷർ ചെയ്ത് നോക്കലാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ അത് തന്നെ ആദ്യമേ അങ്ങ് ചെയ്ത് നോക്കാം. ഹെഡ് ലൈറ്റിൽ ലോ ബീമിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ലോ ബീം. ഇതിൽ കാണാൻ നമ്മളൊരു മേളിലായിട്ടൊരു റൗണ്ട് പോലെ വെളിച്ചം വന്നിട്ടുണ്ട്. താഴെ ഒരു കട്ട് ഓഫ് കാണുന്നുണ്ട്, അതിൻ്റെ മേളിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് വരുന്നവരുടെ ഫേസിലായിരിക്കും ഈ ലൈറ്റ് അടിക്കുക. അത് കറക്റ്റ് ഒരു ലോ ബീമിലല്ല, കട്ട് ഓഫ് കറക്റ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 960 ലക്സസ് ആണ് നമ്മുടെ ലോ ബീമിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് കാണിക്കുന്നത്. നമ്മുടെ മീറ്ററിൽ ഇപ്പോൾ കാണാം, അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ടാവും. എങ്കിൽ പോലും ഒരു ആവറേജ് 960 ലക്സസ്, 900 അറൗണ്ട് 960 ലക്സസ് ആണ് നമുക്കിതിൻ്റെ ലോ ബീമിൽ മെഷർമെൻറ്റിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത് ഹൈ ബീമിലാണ്. ഹൈ ബീമിൽ എന്ത് പെർഫോമൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ ഹൈ ബീം എങ്ങനെയാണ് വരണേന്ന് നോക്കാം. ശരിക്കും ഒരു ലോ ബീമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരേണ്ടത്, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹൈ ബീം വന്നേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കസ്റ്റമർ അത് മാറാനായിട്ട് തീരുമാനമെടുത്തത്. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈ ബീമിൽ കിട്ടുന്ന പെർഫോമൻസ് അറൗണ്ട് 1300 ലക്സസ് ആണ് ഹൈ ബീമിൽ കിട്ടുന്ന പെർഫോമൻസ്. അപ്പോൾ ഇനി നമുക്കിതിനെ നേരെ അപ്ഗ്രേഡിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പണി അങ്ങ് തുടങ്ങിക്കളയാം. അപ്പോൾ നമ്മുടെ അപ്ഗ്രേഡ് വർക്ക് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ പ്രൊജക്ടർ ലെൻസ് വെച്ചിട്ട് അതിൻ്റെ അലൈൻമെൻറ്റും കാലിബ്രേഷനൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന് ശേഷം ഇനി ഗ്ലാസ് ഇട്ട് വണ്ടിയിലേക്ക് ബാക്കി സെറ്റിങ്സ്, അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് എല്ലാ പരിപാടിയിലും കഴിഞ്ഞു, വണ്ടിയുടെ കംപ്ലീറ്റ് സെറ്റപ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ അപ്പിയറൻസ് സൈഡ്, ഇതിൽ എന്താണ് നമ്മൾ ചെയ്തേക്കുന്നത്, അത് എങ്ങനെ കാണാമെന്നുള്ളത് ജസ്റ്റ് ഒന്നൊരു നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ Demon Eyes. ഇതിൽ ഓൾറെഡി ഇപ്പോൾ റെഡാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് കളർ ചേഞ്ചസ് പോസിബിളാണ്. ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കളർ ചേഞ്ചസ് നമുക്ക് ഇതിൻ്റെ അകത്ത് പോസിബിളാണ്. അത് ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോസിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു DRL ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്വിച്ച് ബാക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇപ്പോൾ ഇത് സ്വിച്ച് ബാക്ക് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് തന്നെ ഒന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്വിച്ച് ബാക്ക് ഇൻഡിക്കേറ്റർ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത്. കാരണം ഇൻഡിക്കേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ Demon Eyesന് ഒരു അപ്പിയറൻസ് ഇല്ല, അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്.
ഇപ്പോൾ ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു ലുക്കാണ്. അതായത് നമ്മൾ പ്രോജക്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ കാറിൻ്റെ ലുക്കിനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്കിത് കാണേണ്ടത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. എക്സാക്ട് പെർഫോമൻസ്. അതായത് ലോ ബീം ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ബീം ഒരു കട്ട് ഓഫും ഒക്കെ ഭംഗിയായിട്ട് നമുക്ക് കാണാം. ഇതിനെ നമുക്ക് ആസ് യൂഷ്വൽ ഒരു ലക്സ് മീറ്റർ വെച്ചിട്ട് നമുക്കിതിനെ മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ ബിഫോർ ആഫ്റ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു 962 ലക്സസ് ആണ്. നമുക്കിവിടെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 962 ലക്സസ് ആണ് ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കത് കിട്ടുന്നത് ഒരു 3500 ലക്സസ് ആണ്. ഇത്രയും ഒരു ചേഞ്ചാണ് നമ്മുടെ ലോ ബീമിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്. ലോ ബീമിൽ വന്നിരിക്കുന്ന ചേഞ്ച് 960 ലക്സസ് ടു 3500 ലക്സസ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഹൈ ബീമാണ്. ഇപ്പോൾ നമ്മളിവിടെ വാളിലേക്ക് അടിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കണ്ടീഷനിൽ ഹൈ ബീമിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാം. ഇതിനെയും നമുക്ക് നമ്മുടെ ലക്സ് മീറ്ററിൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഹൈ ബീമിലൂടെ കിട്ടുന്ന പെർഫോമൻസ് നമുക്കിവിടെ കാണാം 3700 ലക്സസ് ആണ്, അല്ലെങ്കിൽ അതിലും കൂടുതൽ. അപ്പോൾ 3700 ലക്സസ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് 1300 ലക്സസ് ആണ്. ആവറേജ് 1300 ലക്സസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് നേരെ 3700 ലക്സസിലേക്ക് അതിൻ്റെ ഹൈ ബീമിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു ചേഞ്ച് തന്നെയാണ് നമുക്കിവിടെ റോഡിൽ ഉപയോഗത്തിൽ കിട്ടുക. നല്ലൊരു ത്രോ റേഞ്ചിൽ വേരിയേഷൻ ഉണ്ടാവും. അത് നമുക്ക് റോഡ് ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി നോക്കേണ്ടത് ഒരു ഓൺ റോഡ് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ അകത്ത് ലോ ബീമും അതുപോലെ തന്നെ ഹൈ ബീമും മാറി മാറി നമുക്കിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ചേഞ്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വിസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ലോ ബീമിൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കിയാൽ കാണാം, വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. നല്ലൊരു റേഞ്ചിൽ നമുക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഒരു തരത്തിലും എതിരെ വരുന്ന വാഹനങ്ങളുടെ വിൻഷീൽഡ് ലെവലിൽ ഇത് പോകുന്നില്ല. ഒരു വാഹനത്തിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഒരിക്കലും ഇപ്പോൾ തന്നെ ആ ഒരു കാറിൻ്റെ ബാക്കിൽ വിൻഷീൽഡിൻ്റെ മേലോട്ട് ഇത് പോകുന്നില്ല. റോഡിലുള്ള ലെവൽ വേരിയേഷൻ്റെ കേസിൽ വരുന്നുണ്ടെങ്കിൽ പോലും ലെവൽ റോഡിൽ നമ്മൾ പോകുമ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ഒരു വാഹനത്തിന് ഒരു തരത്തിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ലോ ബീമിലാണ് ഓടിക്കേണ്ടത്. ഒരു വാഹനത്തെ ഫോളോ ചെയ്യുമ്പോൾ ലോ ബീമിലാണ് ഓടിക്കേണ്ടത്. അപ്പോൾ അങ്ങനൊരു ഡ്രൈവിംഗ് കണ്ടീഷനിൽ ഒരിക്കലും ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തെയോ അല്ലെങ്കിൽ നമുക്ക് എതിരെ വരുന്ന വാഹനത്തെയോ നമ്മുടെ ലോ ബീം ഡിസ്റ്റർബ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ഹൈ ബീമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഫേവറബിൾ ആകുമ്പോൾ നമ്മൾ ഹൈ ബീമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എതിരെ ഒരു വാഹനം വന്നാൽ ആ സമയത്ത് എന്തായാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നല്ല പവർഫുള്ളായിട്ടുള്ള ബൾബാണ് അല്ലെങ്കിൽ ലൈറ്റാണ് നമ്മുടെ വാഹനത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ സൂക്ഷിച്ച് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ ഹൈ ബീം എപ്പോഴും നമ്മുടെ കൺട്രോളിലാണ്. അത് വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ. കാരണം എതിരെ വരുന്ന ആളുകൾക്കും റോഡിൽ റൈറ്റ്സ് ഉണ്ട്. അതിനെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തരത്തിലും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലും നമുക്ക് വാഹനം ഓടിക്കാൻ പാടുള്ളതല്ല. അത് ഒരു അപ്ഗ്രേഡ് ചെയ്തു, നമ്മൾ ഇത്രയും ഒരു കോസ്റ്റിലൊരു അപ്ഗ്രേഡ് ചെയ്തു എന്ന് ഓർത്തിട്ട് ഇത് എല്ലാവരുടെയും മുഖത്തേക്ക് അടിക്കാനുള്ള ഒരു ലൈറ്റ് സിസ്റ്റം അല്ല. അതുപോലെ പലർക്കുമുള്ളൊരു കോമൺ ഡൗട്ട് തന്നെയാണ്, നമ്മളുടെ പ്രൊജക്ടർ അപ്ഗ്രേഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിലുള്ള ഒരു ഇൻബിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിലുണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇത് ഹെഡ് യൂണിറ്റ് അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഫംഗ്ഷൻ ഉണ്ടോ, ഓട്ടോ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തോളും. അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യിക്കാം. ഇതിനൊന്നും ഒരു തടസ്സവുമില്ല നമ്മുടെ അപ്ഗ്രേഡ് കൊണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ നമ്മൾ ഇൻട്രോ സെക്ഷനിൽ പറഞ്ഞിരുന്ന ഒരു ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരു 4300 കെൽവിൻ്റെ LED ബൾബ് നമ്മൾ ഫോഗ് ലാമ്പിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ സം ടെക്നിക്കൽ എറേഴ്സ്, എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ഫോഗ് ലാമ്പ്സ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഒരു ഷോറൂമിൽ പോയി ചെക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ സർവീസിന് പോകുന്ന സമയത്ത് കസ്റ്റമർ അത് ചെയ്യിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. നമ്മൾ ബൾബെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു ചെക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് പിന്നീട് ഒരു അവസരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് തൽക്കാലം ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടിയാഗോയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നെ നേരിട്ട് വിളിച്ച് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ നിർദ്ദേശങ്ങളിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ അകത്തൊരു വീഡിയോയിൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചാനലിൽ കൊടുക്കുന്ന കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടോ വിളിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഗ്രേഡ് സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. ഞാനിതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ സക്സസ്.
സോ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ബൈ ബൈ.